ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ എംഎസിനോട് അടുത്തൊരു ഇറാ പാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തൊരു ഫ്ലെക്സ് കണ്ടു ഇറാ പാർക്ക് എന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് പോയി വിസിറ്റ് ചെയ്യാനിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആ വഴിക്കൂടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ സംഭവം കൊള്ളാം, കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. കുതിര സവാരിയിലൊക്കെ നമ്മൾ 150 രൂപ അങ്ങനെ എങ്ങാനോ തോന്നുന്നു കേട്ടോ ഒരാൾക്ക്. നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു കേട്ടോ, നമുക്കറിയണമല്ലോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കയറിയത് 80 രൂപയാണ് കേട്ടോ ചാർജ്. 80 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തിലെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ അപ്പം തന്നെ പേ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനെന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഫസ്റ്റിലുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസിൽ അവിടെ എഴുതുന്ന ഒരു ഫ്ലെക്സിലുണ്ട് ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ. ഒരാൾക്ക് 247 അങ്ങനെ എങ്ങാനോ റേറ്റാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കുറേ ഇതുണ്ട്, അതിലൊക്കെ നമുക്ക് കയറാമെന്നാണ്. അപ്പോൾ എന്താണ് നമ്മൾ 80 രൂപ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറാമല്ലോ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. കാണാനൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട്, വലിയവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ബോട്ട് സവാരി, പിന്നെ അതുപോലെ നമ്മൾ കിളികളുണ്ടല്ലോ നമ്മളെ കയ്യുമൊക്കെ ഇങ്ങനെ വന്നിരിക്കുക, അവർക്ക് തീറ്റ കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ. ജസ്റ്റ് അതൊക്കെ ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുട്ടികൾക്കായാൽ തന്നെ ഇതുപോലെ ബോട്ട്, ഇതിൽ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കയറാം കേട്ടോ. അങ്ങനത്തെ ബോട്ടാണ്. പിന്നെ അതുപോലെ കുളം, വലിയൊരു കുളമുണ്ട്, അതിൽ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ സംഭവം നല്ല അടിപൊളി സ്പേസാണ് കേട്ടോ. അപ്പം നമ്മൾ പെരിന്തൽമണ്ണ റൂട്ട് പോണവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എംഎസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. അവിടെ ഇറാ പാർക്ക് എന്നുണ്ട്, പുറത്ത് തന്നെ ഫ്ലെക്സ് ആക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ നമ്മൾ വണ്ടി നിർത്തിയിടാൻ വെച്ചിട്ടൊരു ഫീസോ കാര്യമോ ഒന്നുമില്ല കേട്ടോ. നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാം. പാർക്കിങ്ങിന് എന്ന് വെച്ചിട്ട് ഫീസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ നല്ലൊരു മൂച്ചയൊക്കെ കണ്ടു കേട്ടോ. നല്ല നല്ല രസമുള്ളൊരു മാങ്ങ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ചാർജ് നമ്മൾ കയറുമ്പോഴുള്ള 80 രൂപയിലുള്ള ഉള്ളത് തന്നെയാണ് കേട്ടോ നമ്മളെ ഈ ഫിഷ് സ്പാ എന്ന് പറയുന്നത്. ഇത് ഇതിൽ നമ്മളിങ്ങനെ കാലിട്ടിരുന്നാൽ മീനുകളൊക്കെ നമ്മളെ കാലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാല് കഴുകണം കേട്ടോ. അവിടെ പോയിട്ട് ആ പൈപ്പിൻ്റെ ചോട്ടിൽ പോയിട്ട് കാല് കഴുകണം. എന്നിട്ട് വേണം നമ്മൾ ആ വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ആയാലും നല്ല രസമായിരുന്നു. പിന്നെ ഇളയച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോയി വരുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കയറിയതാണ് കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ കാലൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ കണ്ടോ മീനുകളൊക്കെ ആദ്യം വരുമ്പോൾ നമുക്കൊരു കിക്കിലി പോലെ തോന്നുന്നുണ്ടോ. പിന്നെ കുട്ടീനെ ഒന്ന് ഇറക്കി നോക്കിട്ടോ. കുട്ടീനെ ഇറക്കി നോക്കിയപ്പോൾ ഒരു മീൻ കാലിൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് പേടിയായപ്പോൾ കാല് വലിച്ചിട്ടോ. പിന്നെ ആൾ കാലയിൽ ചവിട്ടിയിട്ടില്ല, പിന്നെ കരയായിരുന്നു. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അതുപോലെ മിഫു കാലിട്ടിരുന്നു. പക്ഷെ ഓനക്കും മീൻ വരുന്നത് കാണുമ്പോൾ കാലിങ്ങനെ പൊന്തിച്ച് പിടിക്കും കേട്ടോ. മീൻ പോയി കണ്ടാൽ കാലപ്പോൾ താത്തും. ഓൻ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഫിഷ് സ്പാ എന്ന് പറഞ്ഞാൽ. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കാലും ഇങ്ങനെ മീനുകളിങ്ങനെ വന്നിങ്ങനെ കൊത്തുമ്പോൾ നല്ലൊരു സുഖം കേട്ടോ. പിന്നെ അതുപോലെ അവിടെ കാണാൻ പറ്റിയ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒക്കെ നമുക്ക് പിന്നെ അതുപോലെ ഫാമിലിക്കായിട്ടുള്ള പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് ഫാമിലിക്ക് എന്ന് വെച്ചാൽ അവർക്ക് മാത്രം കയറാം, പുറത്തുനിന്ന് വേറെ ആരും വരില്ല. അങ്ങനെയുള്ള പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ. എന്നാലും 80 രൂപയുള്ള ഫീസ്, അതിനുള്ളിൽ കയറാനുള്ള ചാർജ്. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിലെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പേ ചെയ്യണം കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ ചാർജിങ്ങിൽ കയറുമ്പോഴുള്ള ആ ചാർജിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ ഫിഷ് സ്പാ എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ അവിടെ കുറേ കാണാനും ഉണ്ട്. പിന്നെ പുതുതായിട്ട് കുറേ എന്തൊക്കെയോ ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് കുട്ടികൾക്ക് പറ്റി വലിയവർക്കൊക്കെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ കണ്ടോ കുളം, ഈ കുളത്തിലൊക്കെ വലിയ വലിയ മീനുകളാണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് പറയാനുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ തോന്നുന്ന ഐറ്റം കേട്ടോ. നല്ല അടിപൊളി മീൻ. അതുപോലെ വേറൊരു ഐറ്റം കുളത്തിൽ അതുപോലെ പല കളർ മീനുകളുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ.
അപ്പം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അവിടെ ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിമൊക്കെ നമ്മളൊന്ന് ഇരുന്ന് നോക്കി. പിന്നെ അതുപോലെ ഇത് നമ്മൾ വാട്ടർ ഉണ്ട് കേട്ടോ, വെള്ളം. നമുക്ക് നല്ല തണുത്ത വെള്ളം, കുപ്പി ഉണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം കിട്ടും കേട്ടോ അവിടെ ചെന്നാലും. അപ്പോൾ നമുക്ക് അതിന് ക്യാഷും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെ അവിടെ നമ്മൾ ലാസ്റ്റ് പോരാൻ നേരത്ത് അവിടെ കഴിക്കാനും പറ്റിയ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ, അതുപോലെ കഴിക്കാൻ പറ്റിയ പലതരം ഐറ്റംസും ഉണ്ട്. പിന്നെ നമുക്ക് കുതിര സവാരി ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അങ്ങനെ പോരുമ്പോൾ മേലേക്ക് നോക്കിയപ്പോൾ നല്ല ലൈറ്റ് ഇങ്ങനെ തൂങ്ങണിട്ട് അടിപൊളി. ഇത് രാത്രിയാണ് കേട്ടോ ഇവിടുത്തെ മൊമെൻറ്റ് അടിപൊളിയായി തോന്നുന്നത്, നിറച്ച് ലൈറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരാം. ബായ്.